ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സേമിയം പായസമാണ്. അതിന് തന്നെ ആദ്യം തന്നെ വേണ്ടത് സേമിയമാണ്. സേമിയ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ സേമിയത്തിന് അളവായിട്ടുള്ള പാലാണ്. ഞാൻ 2 കുപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മിൽക്ക് മേഡ് വേണം. മിൽക്ക് മേഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യാണ് വേണ്ടത്. നെയ്യ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം. പിന്നെ വേണ്ടത് നമുക്കൊരു പാത്രമാണ്. ഞാൻ പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് വെക്കാം. അടുപ്പ് കത്തിക്കുന്നുണ്ട്. കത്തിച്ചുകൊണ്ട് നമുക്കിത് വെക്കാം. പിന്നെ നെയ്യ് നമുക്ക് ഇതാക്കി കൊടുക്കാം. കത്തി വേണമെങ്കിൽ നെയ്യ് എടുത്തിട്ടുണ്ട്. അളവിനിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സേമിയം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് സേമിയ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറെ പാത്രത്തിൽ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ചൊഴിച്ചിട്ട് നമുക്ക് ഒഴിക്കണം കേട്ടോ. ഒഴിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കാം. ഇളക്കിയിട്ട് നല്ല പാൽ തിളക്കണം. ഇളക്കിക്കൊണ്ട് നിൽക്കണം. നമുക്കിനി വെള്ളം മാത്രം പാല് മാത്രം ഒഴിച്ചിട്ട് കാര്യമില്ല. വെള്ളം ഒഴിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളക്കാൻ വെച്ച് കഴിഞ്ഞാൽ പാല് തളിച്ചയിലേക്ക് നമ്മൾ പഞ്ചസാര ഈ ഏലക്കായും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഫുള്ളിടണം. ഫുള്ളിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ഇളക്കിക്കാണ്ട് അതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിനെ വരെ നമുക്ക് ഇളക്കണം. ഇനി നല്ലോണം ഇളക്കണം.
കുറച്ച് നേരം ഇളക്കണം, വേവുന്നത് വരെ ഇളക്കണം. ഇനി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇത് നമുക്ക് മൂടി വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഈ ഇട്ടിക്കാണ്ട് നല്ലോണം ഇളക്കണം. നല്ലോണം ഇളക്കി കൊടുക്കണം. വെന്തിട്ട് നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. വെന്തിട്ട് റെഡി ആവോ? ഇനിയുണ്ട് 2 മണിക്കൂർ ഇത് ഇളക്കാൻ. പായസം റെഡി ആയിട്ടുണ്ട്. ഇറക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം നല്ലോണം. സേമിയ വേവണ വരെ നമുക്ക് ഇളക്കി വെക്കാം. നല്ലോണം ഇളക്കാം കേട്ടോ. ഇളക്കിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. പായസം റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, അത് മാത്രമല്ല ഇതിൽ മിൽക്കി മേഡ് ഒഴിക്കാൻ മറക്കല്ല, വേങ്ങിയിട്ട് ചേരുന്നു. അതുകൊണ്ട് മിൽക്ക് മേഡ് ഇതിൽ ഒഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.